ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ടാലി പ്രൈം 6 എങ്ങനെയാണ് GST വർക്ക് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ GST ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സെറ്റിങ്സ് ചെയ്യണം, എങ്ങനെയാണ് GST വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. പിന്നെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ എനിക്ക് മെയിൽ ചെയ്തോളൂ. എൻ്റെ മെയിൽ ID എന്ന് പറയുന്നത് shyamastaliclass@gmail.com ആണ് കേട്ടോ. അപ്പോൾ GST എന്ന് പറഞ്ഞെങ്കിൽ നമുക്കറിയാം, ഏതൊരു ഗവൺമെൻറ്റിൻ്റെയും പ്രധാന വരുമാന മാർഗമാണ് ടാക്സ് എന്നുള്ളത്, അല്ലേ? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അപ്പോൾ GSTയുടെ ഒരു മെക്കാനിസം വരിക എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പർച്ചേസ് നടത്തുന്ന സമയത്ത് ഇപ്പോൾ ഒരു 50 രൂപ ടാക്സ് ഇനത്തിൽ കൊടുത്തു എങ്കിൽ സെയിൽ ചെയ്യുമ്പോൾ 100 രൂപയാണ് ടാക്സ് ആയിട്ട് കളക്ട് ചെയ്തത്. അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ടാക്സിനെ ഇൻപുട്ട് ടാക്സ് എന്നും സെയിൽ ചെയ്യുമ്പോൾ കളക്ട് ചെയ്യുന്ന ടാക്സിനെ ഔട്ട്പുട്ട് ടാക്സ് എന്നുമാണ് പറയുക. അപ്പോൾ ഈ GST എന്താണ്, എങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസം വരിക എന്നൊക്കെ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതായത് ഇപ്പോൾ കേരളത്തിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ, കേരളത്തിൽ തന്നെയാണ് ഗുഡ്സ് വാങ്ങുന്നത്, കേരളത്തിലേക്ക് തന്നെയാണ് ഗുഡ്സ് വിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടെ അപ്ലിക്കബിൾ ആവുന്ന ടാക്സ് എന്ന് പറയുന്നത് CGSTയും SGSTയും ആണ്. അതായത് ഇന്ത്യയിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക ഐറ്റത്തിൻ്റെ റേറ്റിൻ്റെ മുകളിലാണ്. ഓരോ ഐറ്റത്തിനും ഓരോ റേറ്റുകളാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇപ്പോൾ റൈസ് ആണെന്ന് വിചാരിക്കുക, അതിന് 5% ആണ് ടാക്സ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ 2.5% സ്റ്റേറ്റ് ഗവൺമെൻറ്റും 2.5% സെൻട്രൽ ഗവൺമെൻറ്റുമാണ് എടുക്കുക. അപ്പോൾ അതിൻ്റെ 2 ടാക്സുകളാണ് വരിക. ഒന്ന് CGSTയും SGSTയും, അതായത് സെൻട്രൽ ടാക്സും സ്റ്റേറ്റ് ടാക്സും. ഇത് രണ്ടും പങ്കിട്ടെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ 50 രൂപ കൊടുത്തിട്ടുണ്ട്, സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ 100 രൂപയാണ് കളക്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇനി ബാലൻസ് ആയ 50 രൂപയും കൂടിയാണ് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. അതായത് നമുക്ക് കൊടുത്ത കളക്ട് ചെയ്ത ടാക്സ് ആണ് ബാധ്യത. പക്ഷേ ആദ്യം കൊടുത്തിട്ട ടാക്സ് കഴിച്ച് ബാക്കിയുള്ളത് അടച്ചാൽ മതി. ഇനിയിപ്പോൾ നേരെ ഉൾട്ടയാണോ വിചാരിക്കുക, നമ്മൾ പർച്ചേസ് നടത്തുമ്പോൾ 100 രൂപ കൊടുത്തു, സെയിൽ ചെയ്യുമ്പോൾ 50 രൂപ ആയിട്ടുള്ളൂ. അപ്പോൾ ഗവൺമെൻറ് അടുത്ത് ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ്, പക്ഷേ ഗവൺമെൻറ് ഇങ്ങോട്ട് തരില്ല, അടുത്ത മാസം അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ടാലിയിൽ എങ്ങനെയാണ് GST എനേബിൾ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് മുകളിലെ കമ്പനി ക്ലിക്ക് ചെയ്തു. ഇവിടെ F11 ഫീച്ചറാണ് എടുക്കേണ്ടത്. ഇവിടെ F11 ഫീച്ചർ എടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ടാക്സേഷൻ. ഇവിടെ ടാക്സേഷൻ്റെ അവിടെയാണ് എടുക്കേണ്ടത്. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. നമ്മൾ ഇങ്ങനൊരു വിൻഡോയിലേക്കാണ് വരിക. ഇവിടെ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് ഏതാണെങ്കിൽ കൊടുക്കണം. രജിസ്ട്രേഷൻ ടൈപ്പിന് നമ്മൾ റെഗുലറിലേക്ക് കൊടുത്തു. അതേപോലെ തന്നെ ഇവിടെയാണ് നമ്മൾ GST നമ്പർ കൊടുക്കേണ്ടത്. നമുക്ക് രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ നമുക്ക് ഗവൺമെൻറ് അടുത്തുന്ന ഒരു നമ്പർ കിട്ടും. 15 ഡിജിറ്റുള്ള നമ്പർ ആയിരിക്കും, 15 ഡിജിറ്റുള്ള ഒരു നമ്പർ ആയിരിക്കും. അതിൽ ഫസ്റ്റ് 2 എന്ന് പറയുന്നത് സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യണതാണ്. അതായത് ഇപ്പോൾ 32 ആണ് കേരളത്തിൻ്റെ എന്ന് പറയുന്നത്. പിന്നുള്ള 4 നമ്പർ എന്ന് പറഞ്ഞാൽ പാൻ നമ്പറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ അതിനൊരു Z എന്ന് പറയുന്നത് എല്ലാറ്റിലും ഉണ്ടായിരിക്കും. അതേപോലെ നമ്മുടെ കമ്പനി ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു നമ്പറും അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതേപോലെ പീരിയോഡിസിറ്റി ഓഫ് GSTR 1, നമ്മൾ GST നമ്മൾ ഫയൽ ചെയ്യാം. മന്ത്ലി നമുക്ക് ഫയൽ ചെയ്യാം, ക്വാർട്ടർലി നമുക്ക് ഫയൽ ചെയ്യാം. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. അതേപോലെ ടാലി പ്രൈം 6ൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോഴെല്ലാം നമ്മൾ ഓൺലൈനായിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഈ GST നമുക്ക് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്തേക്ക് എവിടേക്കും പോകേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് GSTയുടെ യൂസർ നെയിമിൽ അടിച്ച് നമുക്ക് GSTയുടെ സൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണത്. അതേപോലെ നമുക്ക് ഈ ഇൻവോയ്സിങ് ഡീറ്റെയിൽസ് അപ്ലിക്കബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ S കൊടുക്കാം. അപ്പോൾ ഈ ഇൻവോയ്സിങ്ങിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഇ-വേ ബിൽ അപ്ലിക്കബിൾ. ഇ-വേ ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 രൂപയുടെ മുകളിലുള്ള ഗുഡ്സാണ് ട്രാൻസ്പോർട്ടേഷൻ വഴി കൊണ്ടുപോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും നമുക്ക് എന്താണ് ഇ-വേ ബില്ല് നമ്മൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ GST നമ്മൾ കറക്റ്റായി ഒരു നമ്പർ അടിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾക്ക് GST റിപ്പോർട്ട്സ് വരുള്ളൂ. അതായത് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ റിപ്പോർട്ടുകൾ GSTR 2ലാണ് റിഫ്ലക്റ്റ് ചെയ്യുക. സെയിൽസിൻ്റെ റിപ്പോർട്ടാണ് പറഞ്ഞാൽ GSTR 1ലാണ് റിഫ്ലക്റ്റ് ചെയ്യുക. GSTR 3B എന്ന് പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്തതിൻ്റെ സെയിൽ ചെയ്തതിൻ്റെ ഡിഫറൻസ്, അതായത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയും. അതാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് കാണാം. അപ്പോൾ കറക്റ്റായി GST നമ്പർ, അതായത് ഒറിജിനൽ GST നമ്പർ കൊടുത്താൽ മാത്രമാണ് ഈ റിപ്പോർട്ടിൽ വരുള്ളൂ എന്നർത്ഥം.
അപ്പം ഞാൻ ഈ വിൻഡോ ഞാൻ സേവ് ചെയ്യാണ് ചെയ്യണത്. അപ്പം ഞാൻ GST നമ്പറൊക്കെ അടിച്ചു കൊടുത്തു കേട്ടോ. ഞാനത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ഒരു വിൻഡോ എൻ്റർ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ കമ്പനിയിലെ GST ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ട് വെച്ചു. ഇനി നമുക്ക് എൻട്രികളാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഫസ്റ്റിലെ എൻട്രി നമുക്ക് പർച്ചേസിൻ്റെ എൻട്രിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ബിൽ നമ്പർ കൊടുത്തു. ഇവിടെ നമുക്ക് പാർട്ടിയുടെ പേര് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ടോം എന്ന് പറഞ്ഞൊരു പാർട്ടി ക്രിയേറ്റ് ചെയ്തു. അണ്ടർ സൺഡ്രി ക്രെഡിറ്ററിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ. ഈ പാർട്ടിയുടെ സ്റ്റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ആ ബില്ലിൽ ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ പാർട്ടിയുടെ GST നമ്പർ കാണിക്കണം, അതും നമുക്ക് എന്താണ് ആ ബില്ലിൽ ഉണ്ടായിരിക്കും. എൻ്റർ അടിച്ചു. അപ്പോൾ പാർട്ടിയുടേതിനും ഞാൻ GST നമ്പർ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ പാർട്ടിയെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ പാർട്ടിയെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും GST നമ്പർ കറക്റ്റായിട്ട് കൊടുത്തിരിക്കണം. അതേപോലെ ബില്ലിലുള്ള സ്റ്റേറ്റും കൊടുത്തിരിക്കണം. പർച്ചേസ് ലെഡ്ജറിൻ്റെ അവിടെ പർച്ചേസ് എന്നുള്ള ലെഡ്ജറാണ് കൊടുക്കേണ്ടത്. Alt+C അടിച്ചു, പർച്ചേസ്. അണ്ടർ പർച്ചേസ് അക്കൗണ്ട്സിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ 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 അടിച്ചു, എൻ്റർ. ഇവിടെയാണ് ഐറ്റം കൊടുക്കേണ്ടത്. Alt+C അടിച്ചു, ഇവിടെ റൈസ് എന്നുള്ള ഐറ്റം കൊടുത്തു, എൻ്റർ അടിച്ചു. ഇവിടെ യൂണിറ്റ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് Alt+C അടിച്ചു, kg. ഇവിടെ കിലോഗ്രാം, എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും, യൂണിറ്റ് ക്വാണ്ടിറ്റി കോഡ് എന്ന് പറഞ്ഞിട്ട് UQC എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിരിക്കണം. അതായത് ഇവിടെ നമ്മൾ KGയിലേക്ക് കൊടുത്താലാണ് GST അത് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്തിട്ട് എടുക്കുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് KGs അടിക്കാം. അപ്പോൾ ഇവിടെ കണ്ടു KGs വന്നു. അതേപോലെ ഡെസിമൽ പ്ലേസ് കൊടുത്തു, എൻ്റർ അടിച്ചു. ഇത് കൊടുത്താലേ GSTയിൽ ഓട്ടോമാറ്റിക്കലി റിപ്പോർട്ടിൽ വരുള്ളൂ. എൻ്റർ അടിച്ചു, എൻ്റർ എൻ്റർ എൻ്റർ. ഇവിടെ GST അപ്ലിക്കബിലിറ്റിയിൽ അപ്ലിക്കബിളിലേക്ക് സെലക്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കും HSN ഡീറ്റെയിൽ. ഇവിടെ നമുക്ക് സ്പെസിഫൈഡ് ഡീറ്റെയിൽ ഹിയറിലേക്ക് കൊടുത്തു. അതായത് ഓരോ ഐറ്റത്തിനെയും ഓരോ കോഡ് കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് പല സ്റ്റേറ്റുകളിലും ഓരോ ഐറ്റത്തിന് പല പല പേരുകളാണല്ലോ പറയുക. അപ്പോൾ അതില്ലാതിരിക്കാൻ ഓരോ ഐറ്റത്തിനും ഓരോ കോഡ് കൊടുത്തിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് റൈസിൻ്റെ നമുക്ക് HSN കോഡ് നമുക്കിവിടെ കൊടുക്കാം. അതേപോലെ ടാക്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്പെസിഫൈഡ് ഡീറ്റെയിൽ ഹിയർ കൊടുത്തു, ടാക്സബിൾ കൊടുത്തു, ഇവിടെ 5% കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു, ഗുഡ്സ് കൊടുത്തു. ഇവിടെ ക്വാണ്ടിറ്റി കൊടുക്കാം. ക്വാണ്ടിറ്റി കൊടുത്തു, റേറ്റ് കൊടുത്തു, എൻ്റർ അടിച്ചു, എൻ്റർ എൻ്റർ. ഇവിടെയാണ് നമ്മൾ ഇൻപുട്ട് ടാക്സ് കൊടുക്കേണ്ടത്. അതായത് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ടാക്സിനെയാണ് ഇൻപുട്ട് ടാക്സ് എന്ന് പറയുക. സെയിൽ ചെയ്യുമ്പോൾ കളക്ട് ചെയ്യുന്ന ടാക്സിനെയാണ് ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഈ ഇൻപുട്ട് ടാക്സ് CGSTയും STSTയും വരും. അതായത് 5% ആണല്ലോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2.5 CGSTയും 2.5 STSTയും. Alt+C അടിച്ചു, ഇൻപുട്ട് CGST. അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ഇവിടെ ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ഓർ ടാക്സ് GSTയിലേക്ക് കൊടുത്തു, CGST. എൻ്റർ അടിച്ചു. അപ്പോൾ ടാക്സ് ഓട്ടോമാറ്റിക്കലി വന്നു. അടുത്തത് നമുക്കിവിടെ കൊടുക്കാം ഇൻപുട്ട് SGST. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് GSTയിലേക്ക് കൊടുത്തു, STST. ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ. ഇവിടെ ടാക്സ് ഓട്ടോമാറ്റിക്കലി വന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് റേറ്റ് ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ റേറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, റിലേറ്റഡ് റിപ്പോർട്ട്. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കും ടാക്സ് അനാലിസിസ്. എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് FI എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, ഡീറ്റെയിൽഡ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും 2.5 എന്ന് പറഞ്ഞിട്ട് ടാക്സുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇത് നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്തു. ഇനി ഇതിൻ്റെ റിപ്പോർട്ട് കാണാൻ നമുക്ക് GSTR 2Bയിലാണ് പർച്ചേസിൻ്റെ ഡീറ്റെയിൽസ് റിഫ്ലക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗോ ടു സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് GST റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ നമുക്ക് GST റിപ്പോർട്ട്സിലെടുത്തു, GSTR 2B നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്തതിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻപുട്ട് ടാക്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സെയിൽസിൽ ഒരു എൻട്രി ചെയ്യാം. നമുക്ക് ജസ്റ്റ് എസ്കേപ്പ് ചെയ്തു, വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുക്കാം. അത് നമുക്ക് സെയിൽസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ നമുക്ക് ക്യാഷിനാണ് സെയിൽ ചെയ്യണമെന്ന് വിചാരിക്കുക. നമുക്ക് ക്യാഷ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ. ഇവിടെ നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ പാർട്ടീസ് അക്കൗണ്ട് നെയിം സെയിൽസ് കൊടുക്കാം. എൻ്റർ അടിച്ചു.
അണ്ടർ സെയിൽസ് അക്കൗണ്ട്സിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ഐറ്റം കൊടുക്കാം. റൈസ് കൊടുത്തു. ഇപ്പം നമുക്ക് ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 35 കൊടുത്തു. റേറ്റ് കൊടുത്തു. എൻ്റർ അടിച്ചു. എൻ്റർ. ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് ടാക്സ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് കൊടുക്കാം ഔട്ട്പുട്ട് CGST. അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ഓർ ടാക്സ് GST കൊടുത്തു. ഇവിടെ CGST കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. അടുത്തത് നമുക്ക് എന്താ കൊടുക്കേണ്ടത്? ഔട്ട്പുട്ട് SGST. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് GST കൊടുത്തു. SGST കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. ഇതിൻ്റെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ റിലേറ്റഡ് റിപ്പോർട്ട്സിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഓൾ T അടിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് F5ൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഡീറ്റെയിൽഡ് സെലക്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് ടാക്സിൻ്റെ റേറ്റുകൾ ഇവിടെ കാണാൻ പറ്റും. ഇത് നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. സെയിൽസിൻ്റെ റിപ്പോർട്ടുകൾ ഉണ്ടാവുക GSTR 1-ലാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് എടുത്തു. അതിൽ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ GST റിപ്പോർട്ട്സ് എടുത്തു. അതിൽ GSTR 1 സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന സെയിൽസ് എന്ന് പറയുന്നത് B2C ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് B2C സെക്ഷനിൽ നമ്മൾ ക്യാഷ് സെയിലാണല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ടാക്സബിൾ എമൗണ്ട്, അതിൻ്റെ CGST, SGST എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ടോട്ടൽ 84 റുപ്പീസ് വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റും. ഇനി നമുക്ക് ജസ്റ്റ് ബാലൻസ് ഷീറ്റ് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എസ്കേപ്പ് ചെയ്തു. ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഡീറ്റെയിൽഡ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിൽ നമുക്കിവിടെ കാണാൻ പറ്റും -1815 ആണ്. ഇവിടെ എൻ്റർ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ഇൻപുട്ട് ടാക്സ് കൂടുതലാണ്. അതുകൊണ്ടാണ് മൈനസ് ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് റീഫണ്ടബിൾ ആണ്. ഗവൺമെൻറ് അടുത്ത് ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ്. അപ്പോൾ ഗവൺമെൻറ് ഈ ഒരു മാസം നമുക്ക് തരില്ല. നമ്മൾ അടുത്ത മാസം സെയിൽസുമായി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫിഗർ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് കാണണമെങ്കിൽ GSTR 1 ആണ്. ഇനി GSTR 3B എന്ന് പറഞ്ഞാൽ അത് പർച്ചേസിൻ്റെയും സെയിൽസിൻ്റെയും ഡിഫറൻസ് ആയിട്ടുള്ള ഫിഗറാണ് അതിൽ റിഫ്ലക്റ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.